സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മളൊക്കെ ആസ്വദിക്കുന്ന ഒരു ഭാഗമാണ് പ്രാങ്കുകൾ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും അല്ലെ? പ്രാങ്ക്, ഞാനതിന് പറയാം പ്രാന്ത് എന്നാണ്. ഓക്കെ, എന്താണ് പ്രാങ്ക് അല്ല, എന്താണ് പ്രാന്താണ്. ജസ്റ്റ് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ യൂട്യൂബ് അധികം പ്രാങ്കുകളൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ വെറുതെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് എന്തൊക്കെ പ്രാന്തുകൾ അറിയോ, പ്രാങ്കുകൾ അല്ലെ, എന്തൊക്കെ പ്രാങ്കുകളാണെന്നറിയോ. പടക്കം പൊട്ടിക്കുക, അതേപോലെ തന്നെ ഈ പിന്നിൽ വന്നിട്ട് ഒരാൾ നടന്നു പോകുന്ന സമയത്ത് സാധാരണ നമ്മളൊക്കെ തമാശയിൽ കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഓടി വന്നിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ വെക്കുക. ഈ കൈ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് നടന്നു വന്ന ആളുകൾ പേടിക്കുകയാണ്. ഭൂതത്തിന്റെ അല്ലെങ്കിൽ പ്രേതത്തിന്റെ രൂപമെന്ന് ഇത് സമൂഹം കാണുന്ന രീതിയിലുള്ള രൂപങ്ങൾ കെട്ടിയിട്ട് രാത്രിയിൽ ആളുകളെ പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക. ചെറിയ കുട്ടികളെ, അതേപോലെ പ്രായമുള്ള ആളുകളെ. എത്രത്തോളം ആളുകൾക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവാറുണ്ട്, പക്ഷെ ഒന്നും ആലോചിക്കാറില്ല. അതിന് ഇസ്ലാമിക വശം എന്താണ്? ഒരിക്കലും സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തമാശ പറഞ്ഞ സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഒരിക്കൽ സ്വഹാബാക്കൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിന്റെ ആയുധം ഒരു ഭാഗത്ത് എടുത്തു വെച്ചു.